ഹലോ ഗൈസ്, എൻ്റെ പേര് ദീപ എന്നാണ്. എൻ്റെ സ്ഥലം പഴയന്നൂരാണ് കേട്ടോ. ഇതെൻ്റെ ഒരു പുതിയൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് തന്നെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യമാണ് കേട്ടോ ഞാനൊരു വീഡിയോ യൂട്യൂബിൽ ഇടുന്നത്. അപ്പോൾ അത് തിരുവോണ ദിനത്തിലെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ എനിക്കിത് ഇടാൻ പറ്റിയില്ല. പൂ പൊട്ടിക്കുകയാണ് കേട്ടോ, വീട്ടിൽ പൂവിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാനും ഹസ്ബൻഡും താമസിക്കുന്ന വീടാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ വീടിന് ചുറ്റും പാടമാണ് കേട്ടോ, പാടത്തിൻ്റെ സൈഡിലാണ് കേട്ടോ വീട്. അപ്പോൾ ഫ്രണ്ടിൽ നിറയെ പൂക്കളും ചെടികളൊക്കെ ഉണ്ട്. ഏട്ടന് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പം ഞാൻ ഏട്ടനും കൂടിയിട്ട് ഈ പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓണാഘോഷം ഏട്ടൻ്റെ തറവാട്ടിലാണ് നമ്മൾ ഓണാഘോഷിക്കുന്നത്. അപ്പോൾ ഈ പൂക്കളൊക്കെ ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഏട്ടനാണ് കേട്ടോ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഏട്ടാ, എനിക്ക് വീഡിയോ ഒന്ന് യൂട്യൂബിൽ ഇടണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഏട്ടൻ എനിക്കൊന്ന് വീഡിയോ എടുത്തു തരണം എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു ക്യാമറമാനെ പോലെ ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ആൾക്ക് മടിയുണ്ട് കേട്ടോ ഈ ക്യാമറയ്ക്ക് ഫ്രണ്ടിലേക്ക് വരാൻ. ഇത് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഈ വഴിയുടെ ഇരു സൈഡിലും നിറയെ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല ചന്ത കേട്ടോ കാണാൻ. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ചുറ്റുപുറത്ത് നോക്കി നിൽക്കാൻ നല്ല ഇഷ്ടമാണ്. നല്ല വ്യൂ ആണ് കേട്ടോ. ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ നല്ല റിലാക്സ് ആവാനൊക്കെ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ. ഞാനാണെങ്കിൽ പൂക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ വല്ല ആക്രാന്തം കാണിക്കാനാണ്. അപ്പോൾ ഏട്ടൻ എന്നെ ചീത്ത പറയുന്നുണ്ട്, നീ ഒന്ന് വരുമോ, എനിക്കാണെങ്കിൽ ഈ പൂ പൊട്ടിക്കാനുള്ളൊരു ത്വര. ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി. ഇപ്പം ഞാനും എൻ്റെ ജാക്കിയും കൂടിയിട്ട് ഈവനിങ്ങിലൊക്കെ കുറച്ച് ദൂരം നടക്കാൻ വരാറുണ്ട്. ഇത് ഞങ്ങളുടെ ചെറിയൊരു പച്ചക്കറി തോട്ടമാണ് കേട്ടോ. എനിക്ക് ഈ വീട്ടിൽ പച്ചക്കറി നട്ട് വളർത്താൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവിടെ കയ്പ്പയ്ക്ക ചെടിയിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വിളവുണ്ട് കേട്ടോ. വേറൊരു വീഡിയോയിൽ നമുക്കത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ചെറിയൊരു പച്ചക്കറി തോട്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുമോ എന്നറിയില്ല, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പച്ചക്കറി ഉണ്ടാക്കലൊക്കെ. ഇത് ഏട്ടൻ്റെ വീട്ടിലെത്തി. ഞാനിപ്പോൾ അവിടെ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ അച്ഛനും അമ്മ ആണുള്ളത്. പിന്നെ ഏട്ടനൊരു പെങ്ങളുണ്ട്, അവളുടെ കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളുണ്ട് കേട്ടോ. അവരൊക്കെ ഇന്ന് വരും. ഉച്ചയ്ക്ക് ഊണിന് അവരുണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പം അതിനു മുമ്പ് പൂക്കളൊക്കെ ഇട്ട് സദ്യ ഒരുക്കാൻ അമ്മയുടെ കൂടെ കൂടണം. അപ്പോൾ പൂത്തറ മെഴുകിയതിന് ശേഷം ബാക്കി വന്ന ചാണകമൊക്കെ ഞാൻ മുറ്റത്ത് കൂടെ ഒക്കെ ഒന്ന് തെളിക്കുകയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ചാണകമൊക്കെ മെഴുകാനും ചാണകം തെളിക്കാനൊക്കെ. പിന്നെ നമുക്കിതിനൊന്നും സമയമില്ല എന്ന് മാത്രമേ ഉള്ളൂ. പല തിരക്കുകൾ കാരണം കൊണ്ട് നമുക്ക് ഈ മുറ്റടിച്ച് ചാണകം തെളിക്കാനൊന്നും നമുക്ക് സമയം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ പൂക്കൾ എൻ്റെ വീട്ടിലായാലും ഞാൻ തന്നെയാണ് കേട്ടോ പൂവിടാറ്. അവിടെയെന്ന് പറഞ്ഞാൽ അത്തം തൊട്ടിട്ട് തിരുവോണം വരെ നല്ലൊരു ആഘോഷമാണ്. എനിക്ക് നല്ല സന്തോഷമുള്ളൊരു വർഷത്തിലൊരു 10 ദിവസം എന്ന് പറഞ്ഞാൽ ഈ ഓണസമയമാണ് കേട്ടോ. ഇന്നും തലേദിവസം വൈകുന്നേരം ആകുമ്പോൾ 3-4 കവറുകളൊക്കെ എടുത്ത് അടുത്തുള്ള പറമ്പിലൊക്കെ പോയിട്ട് ഞാൻ പൂക്കൾ പൊടിച്ചിട്ട് വരുമായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ അത്യാവശ്യം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ചേർന്നിട്ട് പൂക്കൾ പൊട്ടിക്കാൻ വേണ്ടി പോവും. അത് പൊട്ടിച്ച് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് മുറ്റമൊക്കെ അടിച്ച് പൂക്കളൊക്കെ ഇട്ട് എല്ലാവരുടെ വീട്ടിലും പോയിട്ട് അടുത്തുള്ള 2-3 വീടൊക്കെ, ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ നിൻ്റെ വീട്ടിൽ എങ്ങനെയാണ് പൂവിട്ടിരിക്കണത് എന്നൊക്കെ നോക്കും. അപ്പോൾ ഒരാളുടെ വീട്ടിൽ നല്ല ഭംഗിയിലിട്ടുണ്ടെങ്കിൽ അതിനേറെ രസത്തിലായിരിക്കും ഞങ്ങൾ പിറ്റേ ദിവസം നമ്മുടെ വീട്ടിലിടുക കേട്ടോ. ഒരു തരം മത്സരമായിരുന്നു ആരുടെ വീട്ടിലാണ് നല്ല രീതിയിൽ പൂവിടുക എന്നുള്ളതൊക്കെ. ഇപ്പോൾ പിന്നെ ആ മത്സരമൊക്കെ നിന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പുറത്തേക്കൊക്കെ പോക്കൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ നമുക്ക് പൂ പൊട്ടിക്കണം പറഞ്ഞ തലേദിവസം തന്നെ ഞാൻ പൂക്കളൊക്കെ ഏട്ടനും ഞാനും കൂടെ പോയിട്ട് പാടത്ത് വരുമ്പത്തുള്ള ചാമയൊക്കെ കുറച്ചൊക്കെ പൊട്ടിച്ച് വെച്ചു. പിന്നെ വാടാത്ത 1-2 തരം പൂക്കളൊക്കെ തലേദിവസം തന്നെ പൊട്ടിച്ച് വെച്ചു കേട്ടോ. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് അധികം പൂ പൊട്ടിക്കേണ്ടതായിട്ട് വന്നില്ല. പിന്നെ അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഏട്ടൻ പറഞ്ഞു കുറച്ച് വേണമെങ്കിൽ പൂ പുറമേ നിന്ന് മേടിക്കാമെന്ന്. പിന്നെ നമുക്ക് അത്യാവശ്യം പൂക്കൾ വീട്ടിലുള്ളത് കൊണ്ട് നമ്മൾ പുറമേ നിന്നൊന്നും മേടിക്കാനായിട്ട് ഇരുന്നില്ല കേട്ടോ. ഞാനാണെങ്കിൽ തിരക്ക് പിടിച്ചിട്ട് പൂവിടുകയാണ്. ഞാൻ ഒന്നാമത് കുറച്ച് സാവധാനമുള്ള ആളാണ് കേട്ടോ. എനിക്ക് കുറച്ച് നീറ്റ്നെസ് ഉണ്ട് പറഞ്ഞിട്ട്
അത്ര വലിയതൊന്നും ഇല്ല, എന്നാലും ഞാൻ കുറച്ച് പതുക്കെയാണ് എന്ത് ചെയ്യുക. അപ്പോൾ എനിക്ക് കുറച്ച് ടൈം വേണം എല്ലാത്തിനും. അതിന് ഏട്ടൻ്റെ നിന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കേൾക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇപ്പം ഏട്ടൻ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സൊസൈറ്റിക്ക് പോയിരിക്കുകയായിരുന്നു. വീട്ടിലെ പശുവിന് കറവയില്ല കേട്ടോ ഇപ്പോൾ, അതിന് ചെനയുള്ളത് കൊണ്ടേ. അപ്പോൾ പോയിട്ട് വന്നു. ഇപ്പം എന്നെ എനിക്ക് പൂക്കളൊക്കെ ഒരുക്കി തരുന്നുണ്ട് കേട്ടോ, വേഗം ഇട്ട് തീർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പിന്നെ ഇങ്ങനെ ആടിപ്പാടി നിൽക്കുകയാണ്. അപ്പോൾ വേഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഇന്നലെ അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഈ പൂക്കളിട്ട് കഴിഞ്ഞ് ഓണസദ്യ ഒരുക്കലും മറ്റുമായിട്ട് എനിക്ക് വീട്ടിൽ ഓരോ തിരക്ക് കാരണം കൊണ്ട് എനിക്ക് ഇത് ഇന്നലെ അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. വീട്ടിൽ പോയപ്പോൾ പിന്നെ ചേച്ചിയും പിന്നെ അനിയത്തിയും പിന്നെ അച്ഛനും അമ്മയും അവരെയൊക്കെ കണ്ട സന്തോഷത്തിൽ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സദ്യ കൊണ്ട ക്ഷീണം അത് കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. അപ്പം ഇന്നാണ് എല്ലാം ഒന്ന് കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് ഇന്ന് ഇരുന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. പിന്നെ എല്ലാവരുടെ ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് കരുതുന്നു. പിന്നെ ഈ വർഷത്തെ ഓണം വലിയ ആഘോഷമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ, എല്ലാവർക്കും അറിയണതല്ലേ. അപ്പോൾ എനിക്ക് സങ്കടമുണ്ട്. അപ്പോൾ ഞാൻ മറ്റുള്ള ഇതൊന്നും ഇല്ല, ഓണക്കോടിയൊന്നും ഈ വർഷം എടുത്തില്ല കേട്ടോ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് മന്ത് അനിയത്തിയുടെ കല്യാണമാണ്, അപ്പോൾ എടുക്കാമെന്ന് കരുതി. ഫൈനൽ ഇതാണ് കേട്ടോ, നമ്മുടെ പൂക്കളം, ഓണപ്പൂക്കളം ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നല്ലൊരു ഓണാശംസ ഞാൻ അറിയിക്കുകയാണ്. താങ്ക്